അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പോവാനിറങ്ങിയ ഞാൻ അത് കണ്ട് ഞെട്ടി പണ്ടാരടങ്ങി. എന്റെ ദൈവമേ, ഏത് തെണ്ടി പട്ടി ചെറ്റാണ് അവത് ചെയ്ത്? എന്റെ ബുള്ളറ്റിന്റെ ടയറിൽ കാറ്റ് കുത്തിവിട്ടേക്കുന്നു. ഈ കോളത്തിൽ ഞാനിങ്ങനെ നടന്നു പോകും. നോക്കുമ്പോ അവന്മാരെന്നെ കൂകി വിളിച്ചിരിക്കുന്നു. നിനക്ക് അവൻ വെച്ചിട്ടുണ്ടോ മരപ്പട്ടി? വിഷ്ണുവിനെ നോക്കി ഞാൻ മനസ്സിൽ പറഞ്ഞു. നീ തരത്തി പോയി കളിക്കടി എന്നവന്റെ മുഖത്ത് ഭാവം എന്നോട് പറഞ്ഞു. ഇതൊരു നടക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ രണ്ടും കൽപ്പിച്ച് അവന്റെ മുമ്പിൽ ചെന്നു നിന്നു. രണ്ടും കൽപ്പിച്ചുള്ള എന്റെ നിപ്പ് കണ്ടപ്പോൾ കട്ടക്കലിപ്പിൽ അവൻ എന്റെ മുമ്പിൽ വന്ന് പുച്ഛവും ചിരിച്ചു. ഇപ്പൊ ഒരു അടിപൊട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും ചുറ്റും കൂടി. അവനും തയ്യാറെടുത്തു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ചാടി അവന്റെ കാലിൽ വീണ് കരഞ്ഞ് സോറി പറഞ്ഞു. എങ്ങനെ ഞാൻ ഈ കോളത്തിൽ വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പൊളിച്ച് അലമ്പാക്കി. അവനൊന്ന് സംശയിച്ചെങ്കിലും എന്റെ മുതലക്കണ്ണീര് കണ്ടപ്പോൾ മനസ്സറിഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു. ഞാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവനാണെങ്കിൽ ഏതാളോ ഈ ഭ്രാന്തി എന്ന പോലെ നിൽക്കുമ്പോൾ ഞാൻ ഉടുത്തിരുന്ന മുണ്ട് ഊരിക്കളഞ്ഞു. അവൻ കണ്ണുപൊത്തി. അയ്യേ ചേട്ടൻ നാണിക്കാതെ, ഞാൻ തുണിയില്ലാതല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പാളി നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് മുടി അഴിച്ചിട്ട് ഓർണമെന്റ്സ് ഊരിക്കളഞ്ഞു. ഞാൻ അടിയിൽ ജീൻസും ടോപ്പും ഇട്ടാണ് വന്നത്. അവന് കത്തി. അവന്റെ അപ്പോഴത്തെ ആ നിപ്പുണ്ടല്ലോ, മുഖത്ത് തൊട്ട ചോര കൂടി. ഞാൻ വെറും പൊട്ടിയാണെന്ന് കരുതിയ ചേട്ടാ. ഞാൻ ഇതൊക്കെ മാനത്തണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് എന്റെ വണ്ടിയുടെ കാറ്റും കുത്തിയിട്ട് തന്നെ ഉണ്ണിയാർച്ച കോളത്തിൽ ബസ്സിൽ വിടുന്നൊക്കെ മനക്കോട്ട് കിട്ടിയല്ലേ പാവം. ചീറ്റിപ്പോയി. നീ എന്നോട് കളിക്കാനായിട്ടില്ലടാ. അവന്റെ മുഖം ചുവന്നു വരുന്നുണ്ട്. ഒന്നും മിണ്ടാ പോവാൻ തുടങ്ങി. ഞാൻ രണ്ട് കൈയും കൊട്ടി. ചേട്ടാ എന്താ ഇത്ര ധൃതി? ഒന്നവിടെ നിൽക്കണം. അങ്ങനെ പോയാലോ? എന്റെ വണ്ടിയുടെ കാറ്റ് കുത്തിയിട്ട് എനിക്ക് ശരിയാക്കി കിട്ടണം. മനസ്സില്ല എന്ന് പറഞ്ഞ അവന്റെ ബൈക്കിൽ കയറിയത്. എന്നാ പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പുറകെ ചെന്ന് കയറിയത് ഒപ്പമായിരുന്നു. ഇറങ്ങടി എന്നവൻ അലറി. ഞാനൊരു ഭാവമാറ്റമില്ലാതെ അതിലിരുന്നു. നിവർത്തിയില്ലാതെ അവൻ വണ്ടിയെടുത്തു. ഞാൻ കൂപമായിട്ട് ചിരിച്ചു. കണ്ണാടിയോട് അവനെ നോക്കി. അവന്റെ മുഖത്തൊരു കുട്ടി പിശാചിന്റെ ഭാവം. അതെന്നെ ഒന്ന് അമ്പരിപ്പിച്ചെങ്കിലും പുറത്തു കാട്ടാൻ ഞാൻ ഇരുന്നു.